ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? വെയിലുണ്ടല്ലേ, ഇന്ന് നല്ല പോലെ വെയിലുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ചെറിയ നമ്മളെ മഴയും പൊടിയുന്നുണ്ട്. ഇടയ്ക്ക് വെയിൽ തന്നെ, ഇടയ്ക്ക് മഴ വീണു. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ വീഡിയോയില് എനിക്കൊരു അബദ്ധം പറ്റി, എല്ലാവരും എന്നോട് ക്ഷമിക്കുക. വേറെ ഒന്നല്ല, ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ്. റിപ്പീറ്റേഷൻ വന്നു. അതായത് നമ്മളിങ്ങനെ ഇതിലേക്ക് ഇടുമ്പോൾ, എഡിറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഇടുമ്പോൾ അത് 2 പ്രാവശ്യം ഇട്ടുപോയി. പിന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിറ്റിട്ടുണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ ഉറക്കി കഴിഞ്ഞാൽ എൻ്റെ വിചാരം അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നായിരുന്നു. പക്ഷെ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടായി. ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തെറ്റാണ്. ഞാൻ അത് 2 പ്രാവശ്യം പറഞ്ഞതല്ല, അത് എഡിറ്റിങ്ങിൽ വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ്. അതുപോലെ എല്ലാവരും എന്നോട് ക്ഷമിക്കട്ടാ. ഇന്ന് വീട്ടിൽ ആരും ഇല്ല കേട്ടാ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. കാരണം അപ്പച്ചനും അമ്മച്ചിക്ക് ഒരു പരിപാടി ഉണ്ട്, അപ്പം അതിന് പോകണം. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവരെ മേയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ന്. അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്തും എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും എനിക്ക് ഇവരെ കൊടുക്കാൻ, ഡ്രസ്സ് കഴുകാൻ പോകാൻ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഞാൻ മാറ്റി കൊടുത്തിട്ട് ഇന്ന് ആരും ഇല്ല. ഞാനിവരും മാത്രം എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നുള്ളത് പഠിക്കാനുള്ളൊരു അവസരം എനിക്കിന്ന് കിട്ടിയേക്കാണ്. സംഭവം ഒന്നും കുഴപ്പമില്ല, ഞാനൊരു മാനേജ് ചെയ്യാണ്ടിരിക്കുന്നില്ല. പക്ഷെ ഈ അബ്രൂവിനൊരു പ്രശ്നമുണ്ട്. അബ്രൂവിന് ഇപ്പം ഭയങ്കര വാശിയാണ്. ഇപ്പം ഞാൻ എങ്ങോട്ടെങ്കിലും നീങ്ങുമ്പോഴേക്കും അവന് ഭയങ്കര കരച്ചിലാണ്. അതാണ് പ്രശ്നം. മുൻപ് ഇവൻ താഴ്ത്തു നിന്ന് കളിക്കാറുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ട് താഴ്ത്തിക്കൊന്ന് ഇറക്കുമ്പോഴേക്കും അവൻ ഭയങ്കര കരച്ചിൽ ബഹളാന്നേ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ കുറച്ചു നേരം കരയും. അതെ, അല്ലാണ്ട് നമുക്ക് നിവൃത്തിയില്ലല്ലോ. കുറച്ചു നേരം പിള്ളേരാകുമ്പോൾ കരഞ്ഞല്ലേ വളരാ. ഞാൻ മറ്റേ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ ഡോക്ടറെ അടുത്ത് പറയാറുണ്ട്, ഇവൻ രാത്രി ഫുള്ള് കിടന്ന് കരയും. അപ്പോൾ ഡോക്ടർ പറയും, പിള്ളേർ കരയട്ടെ, കരഞ്ഞാലേ വളരുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ചു നേരം കരയട്ടെ, അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. രാവിലത്തെ കാലത്തെ ഉപ്പേരി കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ ഞാൻ അബ്രുവാണെങ്കിൽ മേത്തുനിന്ന് ഇറങ്ങില്ല എന്നുള്ളത്. അബ്രുവിന് ഇങ്ങനെ എടുത്തോണ്ട് എടുക്കണം. എൻ്റെ ഇതാ താഴ്ത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അബ്രുവിന് ഒരു സാധനം മറ്റേ നമ്മുടെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ അടുപ്പനൊക്കെ കൊടുത്ത് താഴ്ത്തിരുത്തി കഴിഞ്ഞ് പിന്നെ ആശാനി ഇരുന്നോട്ട് അങ്ങനെ മീൻ വറുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടന്മാർ ദേ ഇവിടെ ഇപ്പം ഭയങ്കരമായ കളിയിലാണ്. ഇവിടെ ഒരു വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ആ വണ്ടിയിലാണ് കളി. ആരുടെ വണ്ടിയാണെന്ന് ആദ്യത്തിന് മനസ്സിലാവണില്ല. അപ്പം ആ കൂടെ പോയ ചേട്ടൻ്റെ ഒരു വണ്ടിയാണിത്. അപ്പം ആ ചേട്ടൻ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. അതുമ്മയുള്ള പണിയാണ് ചേട്ടൻ്റെ അനിയനും. അത് പറിച്ചെടുക്കുക, എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ അത് പൊളിച്ച് കിട്ടണില്ല. ചേട്ടനാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണേ ഇല്ല. പുറത്തേക്ക് ഇറക്കിയപ്പോ കേറിയിരിക്കണ്ട. അതുമ്മ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇഷ്ടായില്ല വണ്ടി? സൂപ്പറായിണ്ടാ? പൊട്ട വണ്ടിയാ? ദൈവമേ, ആദ്യത്തിനെ കാണാൻ എന്തൊരു ഭംഗി ഇത് ഇരിക്കണ കാണുമ്പോ. സൂപ്പറായിണ്ടല്ലോ അല്ലേ? ആ ചേട്ടൻ ചീത്ത പറയോ? ആ വണ്ടിയുടെ ചേട്ടൻ വരുമ്പോ ചീത്ത പറയോ? അപ്പൊ അതെന്തിട്ട് പറയാ ചേട്ടനോട്? ബക്കിമ കയറിന്ന് പറയോ? അബ്രുമുത്ത് ഇത്ര നേരം അതുമ്മയായിരുന്നത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്തിട്ട് ഇവിടെ പണി? ചേട്ടൻ, ഹലോ ചേട്ടൻ, എന്തിട്ട് വിറ്റൊക്കെ കാണിക്കണ എന്റെ പൊന്നെ? അതുമ്മ ലൈറ്റ് ഉണ്ടാ? ഈ വണ്ടിയുടെ തീരുമാനാവും. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും നമ്മള് പറയണ പൈസ. ആ, കൊക്ക ഉണ്ടാവും. ആര് കൊക്കും? ആദ്യം കൊക്കോ? അവര് കൊടുക്കോ? നന്നായിണ്ട്. അതൻകൂട്ടനെ ഒരു സമാധാനം ഉണ്ട്. അപ്പാപ്പന്റെ വണ്ടി 2 വണ്ടിയും 2 വീലറും ജീപ്പും കൂടെ കിടക്കുന്നുണ്ട്. അത് എനിക്കുമ്പോ തന്നെ വന്ന് നോക്കി അതിവിടെ കിടക്കണ്ടോന്ന്. അത് കിടക്കേണ്ടത് മനസ്സിലായപ്പോ കൊച്ചിന് പകുതി സമാധാനായി. ഇനി കുഴപ്പമില്ലല്ലോ, വണ്ടി ഇവിടെ കിടക്കണുണ്ടല്ലോ. അല്ല, അതാ വണ്ടി ഇവിടെ കിടക്കല്ലേ? അത് കണ്ടപ്പോ അതൻകൂട്ടന് വലിയ ഇഷ്ടമായിട്ടാ. വണ്ടി ഇവിടെ കിടന്നാൽ മതി. രാവിലെ എനിക്കുമ്പോ എന്റെ വണ്ടി ഇവിടെ ഉണ്ടാവണം, ആരും കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ അപ്പാപ്പനും അമ്മാമയും ആശുപത്രിക്ക് പോയിട്ട് ഇപ്പൊ ഒരു കുഞ്ഞുല്ലേ, അമ്മാമയ്ക്ക് വയ്യാണ്ടായേക്ക. എന്നിട്ട് അമ്മാമ അപ്പാപ്പനും കൂടി ആശുപത്രിക്ക് ചേട്ടൻ വണ്ടി വിളിച്ച് കൊണ്ടുപോയേക്കല്ല. അത് കൂട്ടാ, അങ്ങനെയാണ് നിലവിലുള്ള ഇപ്പോഴത്തെ കഥ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല സത്യത്തിലുള്ള കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്നിട്ട് പറയാം, ആകപ്പാടൊരു വെടിപ്പൂരമായിരിക്കും. അടിപ്പൂരം, കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞേക്കണേ. അപ്പൊ അവര് വരുമ്പോ കൊച്ചിനൊരു ആശ്വാസം ഉണ്ടാവും. വരുമ്പോ എന്തായാലും സീനായിരിക്കും, അതിലൊരു സംശയമില്ല. ഈ ചെറുക്കനുണ്ടല്ലോ, വന്നു കഴിയുമ്പോ ഡ്രസ്സ് മാറി കണ്ടു കഴിയുമ്പോ പിന്നെ ആകപ്പാട് പിന്നെ മുഖം ഇപ്പൊ നിൽക്കണ പോലെ ആയിരിക്കില്ല. അപ്പയാകുമ്പോഴേക്കും പിന്നെ മുഖം മാറും, കരച്ചിലാവും, ബഹളാവും, അതാവും ഇതാവും, കുറെ സീനുകൾ ഉണ്ടാവും കുറച്ചു നേരം കഴിയുമ്പോ. ഇപ്പൊ ആൾ ഓക്കെയാണ്. ഇപ്പൊ ആള് കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ട്. ചോറിപ്പോ വേണോന്ന് വെച്ചപ്പോ പറഞ്ഞു ചോറിപ്പോ വേണ്ട, അവന് വിശക്കണില്ല,
കുറച്ചു നേരം കഴിയുമ്പോൾ മതി എന്ന് പറഞ്ഞു. പാല് ഞാൻ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അബ്രുവിനും ഇപ്പോൾ വേണ്ട, അബ്രു കുറച്ചു നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഈ ചോറ് കൊണ്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ താളം തുള്ളി നടക്കണം. ഇവരാണെങ്കിൽ വാ തുറക്കൂല, വാ തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കൂല. അപ്പോൾ അവർക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആവശ്യത്തിനല്ല കൊടുക്കേണ്ടത്, നമ്മുടെ ആവശ്യത്തിന് കുത്തിത്തള്ളി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ ആവശ്യമാകുമ്പോൾ കൊടുക്കാം. കുറച്ചു നേരം കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് കളിച്ച് ഓക്കെ ആയി കഴിയുമ്പോൾ ഉമ്മാർ കഴിച്ചോളും. ചേട്ടൻ്റെ വണ്ടി പാർക്ക് എത്തിയാ? അപ്പാപ്പൻ്റെ വണ്ടിയുടെ അടുത്തേക്കാ? പോർട്ടെ 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 പോർട്ടെ. എന്ത് സന്തോഷം! അങ്ങനെ പറയണേക്കാ വലിയ ഇഷ്ടായിട്ടാ. ആദ്യം പറഞ്ഞേ പോർട്ടെ 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 പറയില്ലേ? അബ്രു പറഞ്ഞേ പോർട്ടെ പോർട്ടെ പോർട്ടെ. അപ്പാപ്പ, ചേട്ടാ ചേട്ടാ ചേട്ടാ, താറാവേ നന്ദി പറഞ്ഞ നന്ദി. എന്റെ ചെരുപ്പോടാ ചെരുപ്പ് എടുത്തോണ്ട് പോണത് ആരെന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോണ ആള്? എന്തിട്ട് കാണിക്കണ കിട്ടടാ? ആദ്യം കൊണ്ട് അടിയിട്ടിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കണേനെ. കിണറിന്റെ മൂളിക്ക് നീ ചാറ അങ്ങോട്ട് പോയേ. രണ്ടുപേരും പോ 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 പോ. ഇവരുടെ കാര്യമുണ്ടല്ലോ. അങ്ങോട്ട് പോയേ പോ. ചേട്ടൻ ഇറങ്ങ, ചേട്ടൻ ഇറങ്ങി അനിയൻ ഇറങ്ങും. ചേട്ടൻ കാണിച്ചു കൊടുക്കണ പോലെയാണ് അനിയൻ കാണിക്കണേ. ചേട്ടൻ ഇറങ്ങ. ഞാനിപ്പോ തരണ്ട് വടി എവിടെയാ നോക്കട്ടെ. വടി ഇപ്പൊ വെട്ടണ്ടേ? എവിടെയാ വടി? മാവും വടി എടുക്കട്ടെ. വെട്ടണാ? ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇറങ്ങില്ല അല്ലേ? വടി എടുക്കട്ടെ. മാവിന്റെ വടി എവിടെ? രണ്ടുപേർക്ക് തരണ്ട്. തരട്ടെ തരട്ടെ വേണ? ഇഷ്ടായില്ലേ? കൊച്ചു നോക്കിയപ്പോ കളിക്കാനൊരു എന്തിയേ എന്നിട്ട് പറ്റിയ വണ്ടി ഇവിടെ വെച്ചാ മാവ് വണ്ടിയോടെ അടിയിട്ടേ. അച്ഛനമ്മച്ചിക്ക് ശരിക്കും ഒരു മരണ ആവശ്യമുണ്ട് സത്യത്തില്. കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് പോയേക്കുന്നതാണ്. എല്ലാവരും കൂടി വണ്ടി വിളിച്ചിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ വരുമ്പോ ലേറ്റ് ആയിരിക്കും. ഇപ്പൊ കുറച്ച് നേരം വൈകിട്ടുണ്ട്. വെളുപ്പിന് ഒരു 6 മണിക്കായപ്പോഴേക്കും ഇവിടുന്ന് പോയേക്കുന്നത്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഫസ്റ്റ് തന്നെ ഇവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വേണ്ട, അങ്ങനെ അവന് സങ്കടവും പിന്നെ ഉറക്കവും പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അതുകൊണ്ട് തന്നെ അവരെത്തിയിട്ടില്ല. ഇപ്പൊ ആദത്തിന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് ആദത്തിന് അകത്തേക്ക് ആക്കിയിട്ട് ഇന്നലെ പോയാ. ഈ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവുന്നേ. ഇവ മിണ്ടാണ്ട് നിൽക്കും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ വീട് ഫുള്ളും ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് എടുക്കണ്ടേ. ഇവ എന്തിനു ചെയ്തെന്നറിയോ? ഇവ സ്റ്റെപ്പ് കയറി മോളിക്ക് പോയി. മോളിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്നെ വിളിക്കണ്. ഞാൻ ഇവിടെ കിടക്കണേന്ന്, ഞാൻ ഇങ്ങോട്ട് താഴ്ത്തിക്ക് വന്നില്ലാന്ന്. ഞാൻ ഈ വീട് ഫുള്ള് നോക്കി ചിരിക്കണ നോക്കിയവൻ. അവൻ ചെയ്ത കുറുമ്പ് അവൻ അറിയാം. എന്നിട്ട് അവൻ ഇരുന്ന് ചിരിക്കണേ. മോളിൽ പോയിരുന്നു അവൻ എന്നോട് പറയാണ്ട്. ഞാൻ വീട് ഫുള്ള് അന്വേഷിച്ച് പേടിച്ചു പോയി. ഞാൻ കൊച്ചിനെ കാണണ്ട്. വാതിൽ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല, അകത്ത് തന്നെയായിരുന്നു. പക്ഷെ കാണാണ്ടാവുമ്പോ നമ്മൾ പേടിക്കില്ല. ഇവ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടില്ല. മമ്മി വന്നു. ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിൽ വരുന്ന്. ഈശ്വരേ വന്ന പാപ്പന മമ്മി ചാടണോ നീ? ആ മര്യാദക്ക് നിക്ക്. അമ്മാമ്മക്ക് എന്തായാലും ചോദിക്ക. ആശുപത്രി കൊണ്ടുപോയിട്ട് നീ തല്ലിയതല്ലേ തല്ലേ? ചോദിക്കടാ. കൊട വനിക്കാൻ വന്നവൻ വീടെടുത്തിട്ടാ ബ്രോ വാതിരുമ്പോ കാവലിക്ക പോൻ. ദൈവമേ, അമ്മാമ്മ മൂത്രമൊഴിക്കാൻ പോയതാ. അമ്മാമ്മയുടെ ആശുപത്രി കൊണ്ടിട്ട് പറഞ്ഞേ നോക്കിയട ചെക്ക. എന്ത് ടീ കാണിക്കണേ? ഊഞ്ഞാലടി അപ്പാപ്പൻ അടുത്ത് എന്നിട്ട് കാണിക്കണതാ. കേട്ടാ കൊച്ചിന് വണ്ടി ഇവിടെ കിടക്കണ ഒരു സമാധാനം ഉണ്ടായി. വണ്ടി പോയാലോ പ്രശ്നം കൊച്ചിന്. വണ്ടി ഇവിടെ ഉള്ള കൊച്ചിന് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അപ്പൊ നീ തന്നെയല്ലേ ഓടിയ പാപ്പന്റെ അടുത്തേക്ക്. ചേട്ടൻ പോയി കിടന്നൂലോ. ചേട്ടനതാ പറഞ്ഞേ വണ്ടി പോയാലേ ചേട്ടൻ പ്രശ്നമുള്ളൂ. വണ്ടി പോയില്ലെങ്കിൽ പ്രശ്നമില്ല. ആ നൂല് വായിലിട്ടല്ലേ
ആ ചേട്ടന്റെ വണ്ടീനെ എന്തിട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തേ അപ്പാപ്പന്. തലോണ അപ്പാപ്പന്റെ തലോണ ഇവിടെ കിടന്ന് തട്ടിയിട്ടൊന്ന് എവിടേക്ക് അപ്പുറത്തേക്ക് തട്ടിട്ടു അല്ലേ കുറുമ്പൻ. ഇത്ര നേരം മര്യാദക്ക് ഇവിടെ കളിച്ചോണ്ടിരുന്നവനാ ഇപ്പൊ തുടങ്ങി വീട് കഴിഞ്ഞപ്പോ ശരിയായിക്കോളട്ടാ. നല്ല സുഖം കിട്ടും നിനക്ക് പറഞ്ഞത് കേക്കാത്തന്നെ. തന്നെ ഇതേ ഭക്ഷണം കഴിക്കാൻ പോകണുള്ളൂ കേട്ടാ. അപ്പാപ്പനും അമ്മാമ്മയും വന്നു കഴിഞ്ഞപ്പോ വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കരച്ചിലും ബഹളവും വലിയ ബഹളാവുന്ന, പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സ് കഴുകാണ്ടായിരുന്നു, അത് കഴുകാൻ പോയി. അത് കഴുകി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ചോറിന് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം അമ്മച്ചി രാവിലെ തന്നെ പോയതുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും കഴുകിയിട്ടിട്ടില്ല. ഇനിയിപ്പോൾ അമ്മച്ചിക്ക് ഡ്രസ്സ് കഴുകാനുണ്ട്, അങ്ങനത്തെ പരിപാടികളുണ്ട് കേട്ടോ. ചേട്ടന്മാരവിടെ ഇരുന്ന് അപ്പാപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കുറേ പഴം ഇരിക്കുന്നുണ്ട്. നേന്ത്രപ്പഴം ഇല്ലേ, നേന്ത്രപ്പഴം ഉണ്ട്, എല്ലാ പഴവും മിക്ക പഴങ്ങളും ഇരിക്കുന്നുണ്ട്. ഒന്നും തിന്നണില്ല. അപ്പം അപ്പാപ്പ അതൊക്കെ ഇരുത്തി തീറ്റാൻ വേണ്ടി എടുത്ത് ടി വി വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചി ഓണത്തിന് മുൻപേ ഇഞ്ചമ്പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി സാധനം. എനിക്ക് ഈ ഇഞ്ചമ്പുള്ളി വെറുതെ ഇങ്ങനെ തൊട്ട് നോക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം കഴിയാറായി തിന്നു അച്ചാർ തീറ്റ നിർത്തി ഞാൻ ഇഞ്ചമ്പുള്ളി തീറ്റയിലേക്കാണ് ഇപ്പൊ തുടങ്ങിയേക്കണം. അബ്രൂന് അപ്പുറത്തെ മെറ്റലില്ലേ, നമ്മുടെ വീടിന്റെ സൈഡിൽ മെറ്റലിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അവിടെ പോവാ, മെറ്റലിൽ കൂടെ നടക്കാം. കാലുമൊക്കെ മെറ്റലിൽ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരു കളർ വന്നേക്കപ്പ ഈ മെറ്റലിന് ഇങ്ങനെ നടക്കുമ്പോ ആദ്യ കുഞ്ഞായിരുന്നപ്പ വീട്ടില് എന്റെ വീട്ടില് ഫുള്ള് മെറ്റലല്ലേ ഇടാറ് ഇട്ടെടുക്കണേ. അതില് ഫുള്ള് നടക്കാറുണ്ട് കേട്ടാ. ഇവനും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. എത്ര നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും അവൻ വരില്ല. നമുക്കുള്ള പോസ്റ്റ് അല്ല ഇത്, നമ്മുടെ അവിടെയുള്ളൊരു ചേച്ചിക്ക് പോസ്റ്റ് വന്നേക്കുന്നത്. ഇപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം കൂടി പിടിക്കണേ. അബ്രു നമുക്കല്ല, ഇത് കൊണ്ടുവച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ കീറികളയും. നമ്മുടെ നിന്നോട് ഞാൻ എന്നിട്ട് പറഞ്ഞേ എവിടേക്ക് പോണേ, എന്തിന് എവിടേക്ക് തന്നെയെന്നാ ഇവിടെ പോയേ. കാല് പൂതിന്റെ പൊന്നിന്റെ കാല് പോവാ. അച്ഛനും അമ്മച്ചി പോയത് മറ്റേ ട്രാവലറിലാണ് കേട്ടാ. അപ്പൊ കൊച്ച് വണ്ടി നിർത്തി ഇറങ്ങണ കണ്ടപ്പോ കൊച്ചിന്റെ വിചാരം അങ്ങനെ കണ്ടേക്കണ്ട ആംബുലൻസിന്റെ സ്ട്രക്ചറാണല്ലോ. അപ്പൊ പറയണ്ട അപ്പ അമ്മാമ്മ ആംബുലൻസിൽ വന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏത് സമയം. ഞാൻ പറഞ്ഞു നീ അടിച്ചിട്ടല്ലേ അങ്ങനെ സംഭവിച്ചേ, നീ ചെയ്യരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ വന്നേ അതാ, എങ്ങനെ വന്നേ? ഇപ്പൊ ഒരു വണ്ടി അങ്ങോട്ട് പോണുണ്ട്, അത് നോക്കി നിക്ക ചേട്ടൻ. അമ്മാമ്മ എങ്ങനെ വന്നേന്ന് പറയടാ. നീ ഇത് ഇറങ്ങ കച്ചേരിയാ. അമ്മാമ്മ എങ്ങനെ വന്നേ? അപ്പാപ്പന്റെ ജീപ്പിലാണ് അവിടെ വന്നേ. എങ്ങനെ വന്നേ പറയടാ. ആംബുലൻസിൽ വന്നിട്ട് നിന്റെ വീട്ടിലിറങ്ങിയാ? ഇത് നിന്റെ വീടാ? ഇതാരുടെ വീടാ? ആദമിന്റെ വീടാ? ആദമിന്റെ വീടാന്ന്. അപ്പൊ അപ്പുരിന്റെ വീടല്ലേ? അവരുടെ വീട് പണിതിട്ടില്ലേ? അവരിന്റെ വീട് പണിതിട്ടില്ലാന്ന് അവര് കേക്കണ്ട. നിന്റെ വീട് പണിതിട്ടില്ലാന്ന്, നീ വേണമെങ്കിൽ പണിതോളാം വീട്. ഇതാദമിന്റെ വീടാന്ന്. അടിക്കണവനാ ഉണ്ണിയുടെ മേത്ത് കൊള്ളരുത. ചേട്ടനെ വിളിച്ചേ പക്ക 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 പക്ക. അതേ പോണ്ട പക്ക പക്ക, അതേ പോണ്ട, പറക്കാൻ പോയിടാ. ഹലോ പറക്കി എന്നിട്ടാണ്ട് പറക്കാൻ ശ്രമിക്കണം അവിടെ ഇരുന്ന്. വായോ ചവിട്ടിക്ക് ഇട്ട് വെച്ചേക്കണ നോക്കി, മര്യാദക്ക് ഇട്ട് വെച്ച ചവിട്ടി കണ്ടാ പൊളിക്കണ നോക്കി. അവിടെ ഉണ്ടായി പ്ലാസ്റ്റിക്. തന്നേരാ താടാ താടാ തോടങ്ങട് തറിയാങ്ങട് ഇങ്ങട് താടാ ഇങ്ങട് തന്നാ അമ്മയുടെ ഇല്ലേ മേ തന്നാ
വീഡിയോയിൽ ആരോ കമന്റ് ഇട്ടുണ്ട് ഞാൻ ക്യാമറ പിടിക്കുന്നത് ശരിയല്ലെന്ന്. എനിക്കറിയില്ല, എനിക്ക് അറിയണ പോലെയാണ് ഞാൻ പിടിക്കുന്നത്. ഇത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് പറ്റണ പോലെ എൻ്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഞാനിങ്ങനെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫേസ് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിലെന്തോ കമന്റ് വന്നിട്ടുണ്ട്. 2-3 വീഡിയോസിലായി ഇപ്പം ഇങ്ങനെ പറയണോ ഫേസ് പിടിക്കുന്നത് ശരിയല്ല. എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.